ഹായ്, Muhsina from Malappuram. Haris&Co അക്കാദമിയിലെ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ജസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ് SEO അനലിസ്റ്റ് ആയിട്ട്. ഞാൻ ഇതിന് മുമ്പ് ഡിപ്ലോമ ചെയ്തിരുന്നു കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൽ. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കോഡിങ് സ്റ്റഫൊന്നും എനിക്ക് പറ്റിയതല്ല എന്നുള്ളത്. ഞാൻ ഭയങ്കര ഇൻസ്റ്റഗ്രാമബിളായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു, എപ്പോഴും സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ അപ്പം ഇങ്ങനെ അറിഞ്ഞു തരുന്നേ ഉള്ളായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. സോ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. എൻ്റെ ഒരു സീനിയർ അവൻ ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. ആ സീനിയർ തന്നെയാണ് എൻ്റെ അടുത്ത് Haris&Co അക്കാദമി സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. എനിക്ക് ഒരു പോയിന്റിൽ പോലും തോന്നിയിട്ടില്ല എൻ്റെ ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു Haris&Co അക്കാദമി എന്നുള്ളത്. അത്രയും അടിപൊളിയായിരുന്നു ഇവിടെ. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നത് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൊത്തം ഫീൽഡിനെ കുറിച്ചിട്ട്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഫോക്കസ് ആക്കുക എന്നുള്ളതിലായിരുന്നു വന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ SEO മോർ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അതിലോട്ട് പോകുന്നത്. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സ് പറഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. സോ മെൻറ്റർ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ കൂടുതൽ റാങ്ക് ചെയ്യാൻ കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യാൻ നമ്മളെ നല്ലോണം ഹെൽപ്പ് ആക്കിയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 2-3 കീവേഡ്സ് റാങ്ക് ചെയ്തിട്ടുണ്ട് ബ്ലോഗും പിന്നെ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റ് തന്നെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് സ്ട്രാറ്റജിസ്റ്റ് അതൊക്കെ വെച്ചിട്ട് ഞാൻ റാങ്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റീവ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കേരള എന്നുള്ളതിൽ തന്നെ റാങ്ക് ആക്കിയിരുന്നു. അതൊക്കെ ഭയങ്കര പ്രൗഡായിട്ടുള്ളായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതായിരിക്കും എന്നുള്ളത്. സോ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻറ്റേൺഷിപ്പിന് ഇവിടെ തന്നെ ജോയിൻ ചെയ്തതിന് ഞാൻ ഇപ്പോഴും ഇവിടുന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രീലാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഒന്നും ഫ്രീലാൻസ് എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുമോ, ജസ്റ്റ് കോഴ്സല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അത് വെച്ചിട്ട് ഞാൻ എന്താക്കാനാ എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് 1 month ആയി ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് 100% ഷുവറാണ്. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചാൽ ഓക്കെ ഞാൻ ചെയ്യാം, ഐ ആം വില്ലിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡിയാണ്. സോ അതൊക്കെ എൻ്റെ ബോസ്, എൻ്റെ മെൻറ്ററിനെ കൊണ്ട് പറ്റിയതാണ്. സോ എനിക്ക് എന്തായാലും ബോസിനോട് താങ്ക് യു പറയേണ്ടി വരും. എന്നെ ഓരോ ദിവസം പുതിയത് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളിങ്ങനെ സൈഡാക്കി വെക്കുകയൊന്നുമില്ല ഇൻറ്റേൺ ആണ് എന്ന് വെച്ചിട്ടൊന്നും. Haris&Co അക്കാദമി പറഞ്ഞാൽ നമ്മളെ 8 സ്റ്റുഡൻസ് ആയിരുന്നു. അതുതന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ കാര്യമായിരുന്നു എനിക്ക് ശരിക്കും പറയേണ്ടി വരും. കാരണം അവർ ജസ്റ്റ് ഒരു ടീച്ചർ അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ അടുത്ത്. ലൈക്ക് ഫ്രണ്ട്ലി ആയിരുന്നു, ഫുൾ ഫ്രണ്ട്ലി ആയിട്ട് ആ ഫ്രീഡം എല്ലാം തന്നിട്ട് നമുക്ക് എന്ത് മണ്ടത്തരാണെങ്കിലും ചോദിക്കാനും. അതായിരുന്നു എനിക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയത്. ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് പാർട്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ശ്രമിച്ചതിന് ട്രൈ ചെയ്തതിന് എന്നെക്കൊണ്ട് പറ്റിയില്ല, സീരിയസ്ലി പറ്റിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓഫ്ലൈൻ കോഴ്സിന് വന്നത്. സോ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് തോന്നുന്നുണ്ട്. സോ അത് തന്നെയായിരിക്കും ഇവിടെ Haris&Co അക്കാദമിയിൽ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം എനിക്കറിയാം എനിക്ക് മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുന്നില്ല. അത് തന്നെയാണ് എനിക്ക് Haris&Co അക്കാദമി വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ്. Scores 101%. Practical learning, of course, practical learning.